ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു സ്കില്ലാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. നമ്മുടെ ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ക്യൂരിയോസിറ്റി മുതൽ അത് എൻഡ് ചെയ്യുന്ന ഒരു സക്സസിലോട്ട് എൻഡ് ചെയ്യുന്ന ആ ഒരു ഹോൾ പ്രോസസ്സ്, ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ട്രേഡിംഗിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരുപാട് സ്കിൽസും കാര്യങ്ങളുണ്ട്. ആ ഒരു ട്രേഡർ പാസ് ചെയ്യുന്ന ഓരോ ഫേസസും കാര്യങ്ങളുണ്ട്. ആ ഓരോ ഫേസസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഏതൊക്കെ ടൈമിലെ റൈറ്റ് ആക്ഷൻസും കാര്യങ്ങളും എടുക്കണം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ട്രേഡർ ഏതൊക്കെ സ്റ്റേജിലൂടെ ഏതൊക്കെ ഫേസസിലൂടെയാണ് കടന്നു പോകുന്നത്, ലാസ്റ്റ് ഫേസ് ആയിട്ടുള്ള സക്സസിലോട്ട് എങ്ങനെ എത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. മൈ നെയിം ഈസ് ഹരികൃഷ്ണ. ഐ എം എ ക്രിപ്റ്റോ ആൻഡ് ഫോറക്സ് ട്രേഡർ. വെൽക്കം ടു മാർക്കറ്റ് ട്രസ്റ്റ്. ഓക്കെ, ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ബിഗിനിങ് സ്റ്റേജ് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് സ്റ്റേജ് എന്ന് പറയും. ഈ ഒരു സ്റ്റേജിന്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് സോഴ്സസിൽ നിന്ന് ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും യൂട്യൂബിൽ നിന്നായാലും അവർ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ ട്രേഡിങ്ങിന്റെ പ്രോഫിറ്റ്സും കാര്യങ്ങളും കണ്ടിട്ട് നമുക്കിത് ചെയ്യണം, എനിക്കും പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ഈ മാർക്കറ്റിലോട്ട് വരുന്നു. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ഒരു ചുക്കും ചുണ്ണാമ്പ് അറിയത്തില്ല എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഈ മാർക്കറ്റിലോട്ട് വരുന്നു, കുറച്ച് പൈസ എടുത്തിരുന്നു, ആൻഡ് നമ്മൾ അതിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ടാക്കുന്നു. ഇതാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്ന ഒരു കാര്യം. അതിൻ്റെ അകത്ത് നമുക്ക് ഗ്രീഡി മൈൻഡ് ആയിരിക്കും. നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കണം, ക്വിക്ക് പെട്ടെന്ന് റിച്ച് ആവണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ആൻഡ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കില്ല, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യില്ല, നമ്മൾ റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യില്ല, നമ്മൾ മണി പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യില്ല. പക്ഷെ നമുക്ക് ഫസ്റ്റിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റ് കണ്ടിട്ട് നമ്മൾ എന്തോ വലിയൊരു ട്രേഡറായി, അല്ലെങ്കിൽ എനിക്ക് ട്രേഡിങ് ഇത്രക്ക് ഈസി ആണോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും നമുക്ക് ഫസ്റ്റിൽ ഉണ്ടാകുന്നത്. ആ ഒരു കോൺഫിഡൻസ് നമ്മളെ വല്ലാണ്ട് നമ്മളെ കൂട്ടും. അത് നമ്മളെ വീണ്ടും പൈസ അതിലോട്ട് ആഡ് ചെയ്യാനും അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ട്രേഡ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ നമ്മളെ കൂട്ടും. അതുകൊണ്ട് നമ്മൾ അത് ചെയ്ത് വീണ്ടും നമ്മൾ ട്രേഡ് ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും നമുക്ക് കുറച്ച് പൈസ കിട്ടുന്നു. നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെ പൈസ കിട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നു, ഇമോഷൻസ് നമുക്ക് പോസിറ്റീവ് ആവുന്നു, ട്രേഡിംഗ് എടുക്കുന്നു, നമുക്ക് പ്രോഫിറ്റ്സ് കിട്ടുന്നു. ഇതാണ് ഫസ്റ്റിലെ നടക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് തന്നെയാണ് ഒരു ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാല്. ബട്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോരോ എടുക്കുന്ന ഓരോ ട്രേഡും നമുക്ക് നേരെ എഗനസ്റ്റ് ആയിട്ട് വരും, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാം ലോസ് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു ലാസ്റ്റ് നമ്മൾക്കുണ്ടാവുന്ന ഒരു കിട്ടിയ പ്രോഫിറ്റ്സ് എല്ലാം പോകുന്ന ആ ഒരു സ്റ്റേജ് വരെ എത്തും. ആ ഒരു സ്റ്റേജ് മൊത്തത്തിൽ വരുന്നതാണ് ഈ ഒരു എക്സൈറ്റ്മെന്റ് സ്റ്റേജ് അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാല്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ലേണിംഗ് സ്റ്റേജ്. ഈ സ്റ്റേജിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും മാർക്കറ്റിനെ പറ്റി. എന്തുകൊണ്ട് എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ട്രേഡുകളെല്ലാം നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ക്വിക്ക് ആവണം, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അതായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ലേൺ ചെയ്യുന്ന. നമുക്ക് ഇൻഡിക്കേറ്റർ നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നു. ഏത് ചെയ്താൽ പെട്ടെന്ന് പ്രോഫിറ്റ് ആവാം, ഒരുപാട് സിഗ്നൽ ഗ്രൂപ്പുകളിൽ പോയി നമ്മൾ ചാടും. ഞാൻ തന്നെ ഒരുപാട് സിഗ്നൽസ് എടുത്തിട്ടുണ്ട്. ആൻഡ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് ആവാന്നുള്ളതാണ് നമ്മുടെ ഒരു വിചാരം. കാരണം നല്ല നല്ല ട്രേഡ്സ് അവര് ഷെയർ ചെയ്യുന്നു, അത് വെച്ച് അവര് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന അവരുടെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും നമുക്ക് അയച്ചു കഴിഞ്ഞു. അത് കണ്ട് നമ്മൾ അവരുടെ ഇതെടുക്കുന്നു, സിഗ്നൽസ് എടുക്കുന്നു. പക്ഷെ നമുക്ക് എന്താണ് ഉണ്ടാവുന്നത്? നമുക്ക് ലോസേ ഉണ്ടാവുന്നുള്ളൂ. ബിക്കോസ് മറ്റുള്ളവർ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരെന്താണ് ഡിപ്ലോയ് ചെയ്യുന്നത്, അവരുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. കാരണം അത് അവരുടെ സ്വന്തം സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പൊ ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. ആൻഡ് അതുപോലെ നമ്മൾ റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നു. നമുക്കുണ്ടാകുന്ന ഓരോ ലോസിലും നമ്മൾ അത് വീണ്ടും റിക്കവർ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നമ്മൾ ഓരോരോ റിവെഞ്ച് ട്രേഡ് എടുത്ത് നമ്മൾ വീണ്ടും ലോസുകൾ ഉണ്ടാക്കി വെക്കുന്നു. ആൻഡ് ഒരുപാട് ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. മാഗ്ഡി ആയാലും EMA ആയാലും ഒരുപാട് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നു. ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കൺഫർമേഷൻ, ഒരു എക്സ്ട്രാ കൺഫർമേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ഒരുപാട് യൂസ് ചെയ്യുന്നു. ആൻഡ് ഓവർ ട്രേഡിങ് ചെയ്യുന്നു. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നു, ഏതൊക്കെ എവിടെ പ്രോപ്പറായിട്ട് എടുക്കണം, എങ്ങനെ എടുക്കണം, നമുക്കൊന്നും അറിയത്തില്ല. ആൻഡ് നമ്മൾ ഒരുപാട് സ്ട്രാറ്റജികൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. യൂട്യൂബ് നോക്കി 10-20 സ്ട്രാറ്റജീസും കാര്യങ്ങളും നമ്മൾ നോക്കും. ആൻഡ് അതിൽ ഡേ ബൈ ഡേ നമ്മൾ ഓരോന്നും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഏതാണ് പ്രോഫിറ്റബിൾ, ഇതിൽ എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടോ, അടുത്തതിൽ എനിക്ക് വീണ്ടും ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടിയാലോ എന്ന് കരുതി അടുത്ത വേറെ സ്ട്രാറ്റജി നമ്മൾ എടുക്കും. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. അതിൻ്റെ അകത്ത് നമുക്ക് ലോസ് ഉണ്ടാകും. ആൻഡ് ഓവറോൾ നമ്മൾക്ക് നോക്കുവാണെങ്കിൽ ലോസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും പിടിച്ചു നിന്നേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഓവറോൾ ഒരുപാട് പേര് ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ നിർത്തി പോകുക തന്നെ ചെയ്യും. കാരണം ഫസ്റ്റിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായി, അത് കഴിഞ്ഞ് നമുക്കുണ്ടാവുന്ന എല്ലാ ലോസുകളാണ്. അപ്പോൾ അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ
എനിക്ക് എൻ്റെ അകത്ത് സക്സസ് ആവാൻ പറ്റില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ്. ഇതാണ് ട്രേഡിങ്, ഇത് വെറും ഒരു തട്ടിപ്പാണെന്നുള്ള റിയാലിറ്റിയാണ് അവർക്കുണ്ടാവുന്നത്. ഈ ഒരു ടൈമിൽ എല്ലാവരും തന്നെ നിർത്തിപ്പോകും. ആൻഡ് ഈ ഒരു ടൈമും കൂടെ പാസ് ചെയ്ത് വീണ്ടും അടുത്തൊരു സ്റ്റേജിലോട്ട് എത്തുന്ന ഒരു സ്റ്റേജ് ആണ് റിയലൈസിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അകത്ത് നമ്മൾ എന്തുകൊണ്ട് എൻ്റെ ഈ ട്രേഡ് എനിക്ക് ലോസ് ആയി മാറി, ഈ ഒരു എന്തുകൊണ്ട് ബാക്കിയുള്ള ഇത്രയും പേര് പ്രോഫിറ്റബിൾ ആവുന്നു, എനിക്ക് മാത്രം ലോസ് ഉണ്ടാവുന്നു, ആൻഡ് എങ്ങനെ എനിക്ക് പ്രോഫിറ്റബിൾ ആവാൻ ചിന്തിച്ചു തുടങ്ങുന്ന ആ ഒരു സ്റ്റേജാണ് ഈ ഒരു റിയലൈസിങ് സ്റ്റേജ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ ഓരോരോ ഇമോഷൻസിനെ നമ്മൾ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്നു. ഓരോ ചെറിയ ചെറിയ ഡിസിപ്ലിൻസും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ഒരുപാട് കുറച്ച് കോഴ്സുകളും കാര്യങ്ങളും നമ്മൾ എടുത്തു തുടങ്ങുന്നു. വേറൊരു പർട്ടിക്കുലർ കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുന്നു. എന്താണ് ദിസ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു റിയലൈസിങ് സ്റ്റേജ്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പ്രോഫിറ്റബിൾ അല്ല, നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. അതാണ് ഈ ഒരു സ്റ്റേജ്. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ജേണൽ ചെയ്ത് പ്രോപ്പറായിട്ട് മണി മാനേജ്മെന്റ് ചെയ്ത് നമ്മളെ ഒരുപാട് കോഴ്സസും കാര്യങ്ങളും എടുത്ത് നമ്മൾ ഇതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു. ആൻഡ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജാണ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ പെട്ടുപോയി ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ബേസിക്കലി ഞാൻ തന്നെ സ്റ്റക്കായി പോയി നിന്ന ഒരു 1 ഇയറിന് മേളിൽ 2 ഇയർ ആയിട്ട് എനിക്ക് സ്റ്റക്കായി നിന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ്. അതാണ് ഓവർലോഡഡ് സ്റ്റേജ്. നമ്മൾ ആ കഴിഞ്ഞ സ്റ്റേജിൽ നമ്മുടെ ആ ലേണിംഗ് സ്റ്റേജിൽ പഠിച്ച ഓരോരോ ഇൻഫർമേഷൻസും നമുക്ക് ഇൻഫർമേഷൻ ഓവർലോഡായി പോകുന്നതൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു സ്റ്റേജാണ് ഈ ഒരു സ്റ്റേജ്. നമ്മൾ SMC പഠിച്ചു, ICT പഠിച്ചു, പ്രൈസ് ആക്ഷൻ പഠിച്ചു, ഇൻഡിക്കേറ്ററിൽ മാഗ്ഡി പഠിച്ചു, ആൻഡ് അതുപോലെ തന്നെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആൻഡ് VWAP, അതുപോലെ ഒരുപാട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പ്രൈസ് ആക്ഷൻ മുതൽ അതിന്റെ ടോപ്പ് വരെ നമ്മളെല്ലാം പഠിച്ചു. പക്ഷെ നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നില്ല. എന്താണ് ഇതിന് കാരണം? ഈ ഒരു സ്റ്റേജിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. ഈ സ്റ്റേജിൽ നിന്ന് പുറത്തിറക്കാന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പാടാണ്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നിർത്തിപ്പോകുന്ന ആൾക്കാർ വളരെയധികമാണ്. ഇതിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആണ്. പക്ഷെ അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെടണം. അപ്പോൾ ഈ ഒരു സ്റ്റേജ്, ഈ ഒരു ഇൻഫർമേഷൻ ഓവർലോഡായി പോയ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ മാത്രം നമ്മൾ എടുക്കുക. നമ്മൾ മാഗ്ഡി പഠിച്ചാലും പ്രൈസ് ആക്ഷൻ പഠിച്ചാലും SMC ICT അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരൊറ്റ സ്ട്രാറ്റജി മതി പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരൊറ്റ സ്ട്രാറ്റജീനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഓവറായിട്ട് ഒരു സ്ട്രാറ്റജീനും കാര്യങ്ങളും നോക്കണ്ട. നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ തലയിൽ തന്നെ വെച്ചാൽ മതി. വേറെ അത് പോയി ഇപ്പുറത്തിട്ട് നമുക്ക് ഫുൾ ലോസസേ വരുള്ളൂ. ബേസിക്കലി എനിക്ക് തന്നെ ഞാൻ SMC ICT ഒരു പ്രൈസ് ആക്ഷൻ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഞാൻ എല്ലാം പഠിച്ചു. ഞാൻ ട്രേഡ് എടുക്കുന്നുണ്ട്, പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാന്ന് ഞാൻ നോക്കി. ഞാനിതെല്ലാം പഠിച്ചല്ലേ, എന്റെ കോഴ്സ് എടുത്തതല്ലേ, എന്റെ ഓരോ സ്ട്രാറ്റജിയും കാര്യങ്ങളും പഠിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ലോസ് ആവണമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെയാണ് ഓരോ കാര്യങ്ങളും മനസ്സിലായത്. നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടി ഒരൊറ്റ സ്ട്രാറ്റജി മതി. ആ ഒരു സ്ട്രാറ്റജിയുടെ ഡിഫക്ട്സും കാര്യങ്ങളും അതിന്റെ അഡ്വാൻറ്റേജസും കാര്യങ്ങളും ആ ഒരു സ്ട്രാറ്റജി വീണ്ടും റീവർക്ക് ചെയ്ത് അതിന് നമ്മുടേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവണേ. അല്ലാണ്ട് SMC ICT ഒരു കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. വെറും പ്രൈസ് ആക്ഷൻ, ബേസിക് പ്രൈസ് ആക്ഷൻ മാത്രം മതി. വെറും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം മതി നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫോളോ ഓൺലി വൺ സ്ട്രാറ്റജി ആൻഡ് ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫർമേഷൻ ഓവർലോഡായി പോയ സ്റ്റേജ് നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഈ ഒരു ഡിസിപ്ലിൻ സ്റ്റേജ്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ സക്സസ് ആവുന്ന ഒരു സ്റ്റേജ്. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി നമ്മൾ ഫോക്കസ് ചെയ്യുന്നു ആൻഡ് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്, മണി മാനേജ്മെന്റ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആൻഡ് ഇതിനെയൊക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. ഏതൊക്കെ ടൈമിൽ എൻട്രി എടുക്കണം, ഏതൊക്കെ ടൈമിൽ നമ്മൾ എക്സിറ്റ് ആവണം, ഏത് ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത് ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ ക്രിയേറ്റ് എടുക്കേണ്ടത് നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ വേണം. അല്ലാണ്ട് ട്രേഡിങ്ങിൽ മാത്രമായിട്ട് നമുക്ക് ഡിസിപ്ലിൻ ക്രിയേറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ ട്രേഡിങ്ങിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു മോശം ദിവസമാണെങ്കിൽ അന്ന് നിങ്ങൾ ഒരു ട്രേഡ് പോയി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ബെറ്റർ ആയിരിക്കും. മോസ്റ്റ് ഓഫ് എന്തായാലും അത് ലോസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോരോ കാര്യങ്ങളും അത് നമ്മുടെ ട്രേഡിങ്ങിൽ വല്ലാണ്ട് എഫക്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ്ലി നിങ്ങൾ ലൈഫിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ
നിങ്ങളുടെ ട്രേഡിങ്ങിലോട്ട് അതിനെ കൊണ്ടുവരിക. ആ ഒരു ട്രേഡിങ് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ജോഗിങ്ങിന് പോവുക, ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുക, അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും മൈന്യൂട്ട് കാര്യങ്ങളായ പോലും രാവിലെ എഴുന്നേറ്റ് ബെഡ്ഷീറ്റ് നേരെ വിരിച്ചിടുക. ആൻഡ് ഇതൊക്കെ ഡിസിപ്ലിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എങ്ങനെയാണ് എൻ്റെ ട്രേഡിങ്ങിനെ ബെറ്റർ ആക്കുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ലാസ്റ്റ് നിങ്ങൾ എത്തിപ്പോകുന്ന സക്സസിലോട്ടൊന്ന് എത്തിപ്പെടാൻ പോകുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യുക. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു ചേന മാങ്ങയൊന്നുമല്ല. സക്സസ് ആവണമെങ്കിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്നാ നമ്മൾ മൈന്യൂട്ടായിട്ട് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും നമ്മുടെ ട്രേഡിങ്ങിന് വല്ലാണ്ട് അതിനെ അഫക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഡിസിപ്ലിൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ജേർണൽ ചെയ്യുക. നമ്മുടെ ഓരോരോ ട്രേഡ്സും കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ റിസ്ക് വന്നു, എന്തൊക്കെ കാരണം കൊണ്ടാണ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടായത്, ടേക്ക് പ്രോഫിറ്റ് ഉണ്ടായത്, ആൻഡ് എത്രത്തോളം ഞാൻ മണി മാനേജ് ചെയ്തു, എപ്പോഴാണ് ഞാൻ ട്രേഡ് എടുത്തത്, എനിക്ക് അപ്പോൾ ഉണ്ടായ ഇമോഷൻസും കാര്യങ്ങളും, ഇതിനെ പ്രോപ്പറായിട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പറായിട്ട് നമ്മൾ ജേർണൽ ചെയ്ത് വെക്കുക. ആ ഒരു ജേർണലിൽ നമ്മൾ മന്ത് എൻഡോ അല്ലെങ്കിൽ വീക്ക് എൻഡോ നമ്മൾ അനലൈസ് ചെയ്യുക. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ പ്രോഫിറ്റബിൾ ആക്കാൻ വേണ്ടി ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ ഒരു ജേർണലിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ട്രേഡിങ്ങിന്റെ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ് നമുക്കിപ്പോൾ മനസ്സിലാവില്ല. കാരണം അത് പിന്നെ നമ്മളത് ജേർണൽ ചെയ്ത് എഴുതി വെച്ച് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രേഡ് എടുക്കാൻ നേരത്തെ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. ആ ചെയ്ത തെറ്റ് വീണ്ടും നമ്മൾ ചെയ്യാതിരിക്കുക. അതിനാണ് നമ്മൾ ഡിസിപ്ലിൻ ക്രിയേറ്റ് എടുക്കുന്നത്. അല്ലാണ്ട് ചെയ്ത തെറ്റ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഡിസിപ്ലിന്. നമ്മൾ ആ ഒരു ചെയ്ത തെറ്റ് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷൻ നമുക്കുണ്ടോ, പക്ഷെ അതിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതിനാണ് ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ട്രേഡിങ്ങിലും വളരെയധികം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ആൻഡ് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ സ്റ്റേജിലാവും. ഒരു സക്സസ്ഫുൾ സ്റ്റേജിലോട്ടെന്ന് പറയാൻ പറ്റും. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ നോക്കിക്കാണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. കാരണം നമ്മൾ പ്രോഫിറ്റബിൾ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടും. ആ ഒരു കോൺഫിഡൻസ് കൂടുമ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാപിറ്റൽ നമ്മൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തോ ആയി എന്നുള്ളൊരു ഇതായിരിക്കും നമ്മുടെ മേലിൽ. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സക്സസ്ഫുൾ ആയിട്ടുണ്ടാവില്ല. ആ ഒരു ടൈമിൽ നമ്മൾ ക്യാപിറ്റൽ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാതെ ഗ്രാജുവലി നിങ്ങൾ ആ ഒരു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് വരിക. ആൻഡ് നിങ്ങൾ ആ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്, അതുപോലെ തന്നെ ഒരു ട്രേഡിങ്ങിൽ സക്സസ് ആവുന്ന ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ എത്തുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ പെട്ടെന്നൊരു ചാടി കയറി ഇന്ന് നമുക്ക് ട്രേഡിങ് തുടങ്ങി നാളെ എനിക്ക് പ്രോഫിറ്റബിൾ ആവുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വേറെ വല്ല കൂലിപ്പണിക്കോ അങ്ങനെ വല്ല പണിക്ക് പോകാൻ നടക്കുകയുള്ളൂ പെട്ടെന്ന് പ്രോഫിറ്റബിൾ ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇത് ഈ ഒരു ഹോൾ പ്രോസസ്സ് നടക്കുന്ന ഒരു 1 or 2 അല്ലെങ്കിൽ 3 ഇയറോ മേ ബി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. ഒരു 10 ഇയർ വരെ പിന്നെ പോയ ഒരു ട്രേഡേഴ്സിന്റെ കഥ എനിക്കറിയാം. അപ്പോ നമ്മൾ എത്രത്തോളം ഇതിൽ നമ്മൾ ഇൻവോൾവ് ആവുന്നു, എത്രത്തോളം നമ്മൾ ഇഫോർട്ട് എടുക്കുന്നതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ ഒരു ട്രേഡിങ്ങിന്റെ ഈ ഒരു ഹോൾ സൈക്കിള്. ചിലപ്പോൾ 1 വർഷം കൊണ്ട് പ്രോഫിറ്റബിൾ ആയവരുണ്ട്, 2 വർഷം കൊണ്ട് പ്രോഫിറ്റബിൾ ആയവരുണ്ട്, ആൻഡ് അതിൽക്കും മേലെ പോയവരുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളെ അപേക്ഷിച്ചിരിക്കും. അതുപോലെ ഇതുപോലത്തെ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പൊ ഇത്രയും പേര് എഫോർട്ട് എടുക്കുന്നുണ്ട്, അതിന്റെ കൂടെ ഞാനും എഫോർട്ട് എടുക്കുന്നുണ്ട് ട്രേഡിങ്ങിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ 1000 പേരോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പേരോ എന്തോരം എഫോർട്ട് എടുക്കുന്നുണ്ടോ അതിക്കും മേലെ നമ്മൾ എഫോർട്ട് എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ അകത്ത് സെറ്റ് ആവുള്ളൂ. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മറ്റുള്ളവർ എഫോർട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ എഫോർട്ടും ആ ഒരു ടൈമും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ആവുള്ളൂ. അല്ലാണ്ട് ഈ സാധാരണ പോലെ നമ്മൾ യൂഷ്വലി ഇതിൻ്റെ അകത്ത് വരുന്ന പോലെ വന്നു ട്രേഡ് എടുത്തു ജേർണലും ചെയ്യാതെ പ്രോപ്പറും ചെയ്യാതെ നമ്മളങ്ങ് പോവുക, ഇതിൻ്റെ നമുക്ക് ഒരിക്കലും സെറ്റ് ആവില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യായി ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് നമുക്ക് സക്സസ്ഫുൾ ഒന്നും കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇത്. നമുക്ക് പ്രോഫിറ്റബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മൈൻഡിൽ വെക്കാം. ഒരു ട്രേഡറിന്റെ ഇത്ര ഒരു ഫേസസിൽ കൂടെയാണ് കടന്നു വരുന്നത്. ഈ ഒരു 6 ഫേസസ് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് സ്റ്റേജ്, ലേണിംഗ് സ്റ്റേജ്, ആൻഡ് റിയലൈസിങ് സ്റ്റേജ്, ആൻഡ് ഇൻഫർമേഷൻ ഓവർലോഡ് ആയി പോയ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഡിസിപ്ലിൻ സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ സ്റ്റേജിലോട്ട് എത്തുന്നത്. അപ്പൊ ഇത്ര ഒരു ഹോൾ പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരിക്കുക. ഇത്ര സ്റ്റേജസ് കഴിഞ്ഞിട്ടാണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നത്. ഇത്ര ഒരു സ്റ്റേജ് നടക്കുന്ന ഒരു 2 or 3 ഇയർ അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ യു, നിങ്ങൾ അപേക്ഷിച്ചിരിക്കും. നിങ്ങൾ എത്രത്തോളം ഇഫോർട്ട് അതിലോട്ട് ഇടുന്നതിന് അപേക്ഷിച്ചിരിക്കും നിങ്ങൾ സെറ്റ് ആവുന്നത് എന്ന് നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.